തിരിച്ച് ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് മൂലം നമ്മുടെ ഭരണസമിതി വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ്. വരും ദിവസങ്ങളിൽ ഈ സ്റ്റാഫ് പാറ്റേൺ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ അനിശ്ചിതകാല സത്യാഗ്രഹം പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നതാണ്. ഒരു പഞ്ചായത്തിലെ മുഴുവൻ സ്റ്റാഫിനെയും ഒറ്റയടിക്ക് മാറ്റുക എന്നത് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോയതിന് പകരമായി ജീവനക്കാരെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF മുന്നണിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. അങ്ങാടിപ്പുറം ലീഗ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള 17 ജീവനക്കാർ കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോയിട്ട് നാളേറെയായി. ആകെ 16 സ്ഥിര ജീവനക്കാരുള്ള പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം 3 പേർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വേറെയുമുണ്ട്. ഇതിൽ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയും അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ളവരും സ്ഥലം മാറിപ്പോയതിനാൽ പഞ്ചായത്ത് ഭരണം തന്നെ സ്തംഭിച്ച സാഹചര്യത്തിലും പകരം ജീവനക്കാരെ നിയമിക്കാത്തതിനാൽ പൊതുജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പകരം ജീവനക്കാരെ നിയമിക്കാതെ പൊതുജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ പഞ്ചായത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന UDF മുന്നണിയിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ ലീഗ് ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഉമ്മർ അറക്കൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ജീവനക്കാരുമൊക്കെ. ആ ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷ നിറവേറ്റിക്കൊടുക്കാൻ സാധ്യമാകാത്ത സംവിധാനം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ അവർക്ക് പിന്നീട് സമരവുമായി തെരുവിലിറങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. ജില്ലയിലെ വലിയ പഞ്ചായത്തായതിനാൽ തന്നെ നിരവധി പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമാണ് ജീവനക്കാരുടെ അഭാവം മൂലം പാതി വഴിയിൽ നിലച്ച അവസ്ഥയിൽ കിടക്കുന്നത്. ലൈസൻസ് പുതിയതെടുക്കാനും പുതുക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ. പൊതുജനങ്ങൾ കെട്ടിട നമ്പറുകൾ ലഭിക്കാതെയും മരണജനന വിവാഹ രജിസ്ട്രേഷൻ മറ്റു ദൈനംദിന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാനാവാതെയും ദുരിതമനുഭവിക്കുകയാണ്. നിലവിൽ പഞ്ചായത്തിന്റെ നടപ്പു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രൊജക്ടുകളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സ്തംഭിച്ച അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് UDF മെമ്പർമാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം വന്ന ലിസ്റ്റിൽ പോലും സെക്രട്ടറി ഇല്ലാത്ത ലിസ്റ്റാണെന്നും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 17ഓളം ഉദ്യോഗസ്ഥന്മാർ സ്ഥലമാറ്റ പട്ടികയിലും കുറെ പേര് സ്ഥലം മാറിപ്പോയി. അതിന് പകരം സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഇവിടെ നിയമിച്ചിട്ടില്ല. ഇന്നലെ വന്ന ലിസ്റ്റിൽ പോലും പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാത്തൊരു ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നൊരു സൂചനാ സത്യാഗ്രഹം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നടത്തുന്നത്. വരും നാളുകളിൽ ഇത് പൂർത്തീകരിച്ചില്ല, വരും ദിവസങ്ങളിൽ ഈ സ്റ്റാഫ് പാറ്റേൺ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ അനിശ്ചിതകാല സത്യാഗ്രഹം പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നതാണ്. ഫണ്ടുകൾ വെട്ടിക്കുറച്ചും തിരിച്ചുപിടിച്ചും ജീവനക്കാരുടെ നിയമനം നടത്താതെ ഉദ്യോഗ തസ്തികകൾ ഒഴിച്ചിട്ടും ജനങ്ങളെയും പഞ്ചായത്ത് ഭരണസമിതിയെയും ദ്രോഹിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് UDF നേതൃത്വത്തിന്റെ ആരോപണം. പഞ്ചായത്തിന്റെ ഭരണം സ്തംഭിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് നീങ്ങിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജ്മ തബ്ഷീറ ആരോപിച്ചു. 3 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം പതിവാണ്. പക്ഷേ ഒരു സാധാരണയിൽ കവിഞ്ഞ സ്ഥലം മാറ്റമാണ് ഈ വർഷം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കാണാൻ സാധിക്കുന്നത്. സാധാരണയായി ഗ്രാമപഞ്ചായത്തിലെ പരിപാടികൾ നടക്കാൻ ഉതകുന്ന രൂപത്തിൽ ആളുകളെ ടേമായി മാറ്റുകയോ ആളുകളെ തിരിച്ചു കൊണ്ടുവരികയോ ആണ് പതിവ്. എന്നാൽ ഇവിടുത്തെ പദ്ധതികളൊന്നും നടക്കരുത്, വർക്കുകളൊന്നും നടക്കരുത് എന്ന കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം സ്തംഭിപ്പിക്കുക, ഇവിടുത്തെ മെമ്പർമാർ നിർഗുണരാണെന്ന് പറയുക എന്ന ദുരുദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഇവിടുത്തെ CPMന്റെ അടക്കമുള്ള നേതാക്കന്മാരുടെ ഇൻവോൾവ്മെന്റിലാണ് ഇപ്രാവശ്യം ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. സ്ഥലം മാറിപ്പോയ ജീവനക്കാർക്ക് പകരം ജീവനക്കാരെ നിയമിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും അത് നടപ്പിലാക്കാത്തതിനാൽ പൊതുജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ പറഞ്ഞു. ഏത് പദ്ധതികളായാലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും ഉദ്യോഗസ്ഥരില്ലാതെ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്യുക. അവരെ കൊണ്ട് നമ്മൾ സമാധാനപരമായി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കലാണ്. അത് നല്ല സന്തോഷത്തോടെ അവർ ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ളത്. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് മൂലം നമ്മുടെ ഭരണസമിതി വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ്. അതിന്
പരിഹാരമായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വരെ ഇതുപോലുള്ള സത്യാഗ്രഹ സമരങ്ങൾ ഞങ്ങൾ നടത്തും. പഞ്ചായത്തിൽ നേരിടുന്ന ഭരണപ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് ഇത്തരം ഒരു സമരമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ വ്യക്തമാക്കി. സംസ്ഥാന ഭരണകൂടത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രാമ സെക്രട്ടേറിയറ്റാണ് ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ. അവിടെ ജീവനക്കാരില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും സ്തംഭിക്കും. അതുകൊണ്ട് ഈ സമരം ഇതിന് പരിഹാരം കാണുന്നത് വരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോയിട്ട് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജനാധിപത്യ സംവിധാനത്തിൽ സമരങ്ങൾക്കൊരു പരിധിവരെ പ്രസക്തിയുണ്ട്. സമരങ്ങൾക്ക് അതിൻ്റേതായ ഫലമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ സമരത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ സമരം വെറും സൂചന മാത്രമാണെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു അറിയിച്ചു. ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്ക് മാത്രമായ ഒരു സെക്രട്ടറി പോലും അവർ നിയമിച്ചിട്ടില്ല. വളരെ സങ്കടകരമായ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ ദിവസവും ഇവിടെ വല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയിരിക്കണമെങ്കിൽ അവിടെയും ഞങ്ങൾ മെമ്പർമാരടക്കം ഞങ്ങൾ പോയിരുന്ന് ആ സമരവുമായി മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി രാധാകൃഷ്ണൻ മാസ്റ്റർ പറയുന്നു. രാഷ്ട്രീയ സമരം ഞങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അത് പിന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടും ഗവൺമെൻറ് സംവിധാനങ്ങൾക്കെതിരായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ സമരമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒരു പഞ്ചായത്തിലെ മുഴുവൻ സ്റ്റാഫിനെയും ഒറ്റയടിക്ക് മാറ്റുക എന്നത് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിയാണ്. ആ നടപടിക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സയ്യിദ് ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിയാസ് മൂക്കോളി, പി രാധാകൃഷ്ണൻ മാസ്റ്റർ, M മൊയ്തു മാസ്റ്റർ, കുന്നത്ത് മുഹമ്മദ്, മുരളി, അബൂതാഹിർ തങ്ങൾ, കളത്തിൽ ഹാരിസ്, നിതിൻ ചാക്കോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.